ഞങ്ങൾ രണ്ടര തണുപ്പ് വെച്ചിട്ടുണ്ട്. എന്റെ സ്ഥലത്തിന് പേരെന്താ? ജബൽ എൻസ് അല്ലേ? അപ്പൊ ഞങ്ങൾ ജബൽ എൻസിൽ പോവാണ്. ഇവിടെ തോളം ഓഫ് റോഡ് തന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ കാണാം. ശരി, അല്ലെങ്കിൽ അങ്ങനെ തീറിക്കും ചെക്കന്മാരെ. അപ്പൊ അതാ കുട്ടികളും മക്കളും എല്ലാരും കൂട്ടി നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് റാസൽ കൈമയിലെ ജബൽ അനിസ് പറഞ്ഞിട്ടുള്ള മൗണ്ടൈനിന്റെ മുകളിലോട്ടാണ് കേട്ടോ. ഏതൊരു പരസ്യത്തിൽ മോഹൻലാൽ പറയും പോലെ ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുന്നു പറഞ്ഞ അതേ ഫീലാണ് ഇപ്പൊ. കാരണം ചായയുടെ ടേസ്റ്റ് അല്ല, നമുക്കത് ഉയരം കൂടുന്തോറും കാണുന്ന കാഴ്ചയിലേക്ക് ഭംഗി കൂടി വരികയാണ് കേട്ടോ. ഫുള്ളായിട്ട് നമുക്കത് കയറി എൻട്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് ഓഫ് റോഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും എല്ലാ വണ്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകാനോ കാണാനോ പറ്റൂല. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇതാ മലയുടെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആകാശം കണ്ടില്ലേ? ആകാശവും ഈ ഒരു മലഭാഗം മുട്ടിയിലാണ് നിൽക്കും പോലെയാണ് നമുക്ക് കാണുന്നിട്ട. പിന്നെ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ ഉള്ളിൽ വല്ലാത്തൊരു പേടിയില്ല. കാരണം അപ്പുറം അത്രയോ അടി താഴ്ചയിലേക്കാണ് നമ്മളെ കാണുന്നത് കേട്ടോ. അപ്പൊ വണ്ടി അതിനോട് ചാരില്ല എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് താഴത്തുള്ള മല ഉണ്ടല്ലോ, അതിന് നടുഭാഗം കാണാൻ പറ്റും. ചെറിയ നല്ല നടുഭാഗവും കാണാൻ പറ്റും. ഫ്ലാറ്റ് ആയിട്ടുള്ള മലയാണ്. വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോ ചില ഭാഗങ്ങളിൽ എത്തുമ്പോ നമ്മൾ അറിയാണ്ടങ്ങ് കണ്ണ് ചെമ്പി പോകൂട്ടാ. അതിന് കാരണം എന്താന്നുള്ളത് നിങ്ങൾ നോക്കിയേ. നമ്മളെ വണ്ടി പോകുന്നതും താഴ്ചയും തമ്മിലുള്ള വ്യത്യാസം. അവിടെ നോക്കില്ല, ഇനി ആ വഴി കൂടി നമ്മള് പോവാണ്. അണ്ടക്ക് വഴിയുടെ റോഡിന്റെ വലുപ്പം നോക്ക്. അതിൽ കൂടെ നമ്മള് പോണട്ടാ. ശരിക്കും നമുക്ക് അങ്ങനെയുള്ള റോഡിന്റെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇറങ്ങി നടന്നാൽ മതിയായിരുന്നു എന്ന്. കാരണം അപ്പുറത്തൊക്കെ അങ്ങ് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പേടിയാണ്. പക്ഷെ ഉണ്ടല്ലോ, നമുക്ക് അഡ്വഞ്ചർ ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാവുന്ന ഒരു യാത്ര തന്നെ ആയിരിക്കും കേട്ടോ. അതാ നല്ല രസമായിരുന്നു. കാരണം ഇതുവരെ നമ്മൾ ശരിക്ക് UAE വന്നിട്ട് കഴിയുമ്പോൾ എപ്പോഴും റോഡ് തന്നെ നല്ല അടിപൊളി റോഡിൽ കൂടെ പോയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇതുപോലെ ട്രെക്കിംഗ് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വഴി കൂടെ തന്നെ പോകണ്ടേ. അപ്പോ ഇത് മക്കളൊക്കെ തൂങ്ങി പിടിച്ചിരിക്കുന്ന പോലെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ നല്ല രസമുണ്ട്. അവരൊക്കെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പുറം ഇപ്പുറം നല്ല കനത്ത കാറ്റടിച്ച് ഞങ്ങള് വണ്ടിന്റെ എല്ലാ ചില്ലും പിന്നെ പ്രൂഫും ഒക്കെ തുറന്നിട്ടിട്ട് അതുകൊണ്ട് തന്നെ നല്ല എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പോക്ക് തന്നെയായിരുന്നു കേട്ടോ. ആർക്കും കാര്യമില്ല. മോളെ കൈ മാറ്റി മാറിക്കൊടുക്കട്ടെ. നമ്മുടെ കയ്യിൽ സൂപ്പർ നമ്മുടെ കയ്യിൽ ബുഗാട്ടി ആക്കി നമ്മളെ പാർക്ക് പറപ്പിക്കാൻ പോണേ. വിടൂലടാ, ഞാൻ വിടൂല. അവിടെ മാത്രം പ്രശ്നമുള്ളൂ. അവിടെ അതിനകത്ത് കയറാനാണ് അല്ലേ?
എന്തായി നല്ലോണം പറഞ്ഞു നടത്തുന്നുണ്ട്. വരെ കണ്ണു മുമ്പിട്ടാണ് അടുത്ത് വരിക തുടങ്ങട്ടാ തുടങ്ങാൻ പോണേ. നോക്കിയ നമ്മള് താഴെ ഭാഗത്തേക്ക് താഴ്ച നോക്കിയതിന്റെ മുന്നിക്കൊക്കെ എത്ര നല്ല കയറ്റടിഞ്ഞ് കയറണം. കൂടി നമ്മള് പോണട്ടാ. റെഡി പിടിച്ചിരുന്നോടേ. അതാ ഞങ്ങൾ ടോപ്പിലെത്താൻ വേണ്ടി ഹൈറ്റിലാണ് നമ്മളിപ്പോ നോക്കിട്ടാ. നോക്കിയാ വഴി നോക്കണോ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് പോണേ. അങ്ങനെ പോയി ഒമാനിക്കെത്തുവോ? അവിടെ 2 കാറ് നിക്കണ്ട്. ആ താഴ്ച അവിടെ വീടുകളൊക്കെ ഉണ്ടിട്ടാ. അതൊക്കെ ഇത് താഴെ ഇവിടൊക്കെ അവിടെ ഇത് താഴേക്ക് വന്നാല് കൊറേ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടറാ. വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയ പോലെ. ആഫ്രിക്കയാണ് പഠിച്ചോനേന്ന്. അങ്ങടെയാണ് ആഴ്ചയാണത്. അവിടെ നോക്ക് അപ്പൊ അവിടുന്ന് അങ്ങനെ നമ്മള് തിരിക്കുക. ഞങ്ങള് വന്ന് ഇവിടത്തെ ടോപ്പിലെത്തിട്ടാ. എത്തി നോക്കിയപ്പോ ഇവിടുത്തെ ഒരു വഴി, ഞങ്ങൾ വന്ന് നിൽക്കുന്ന വഴിയാണ് ഇപ്പൊ ഇതിട്ടാ. നോക്കി ഞങ്ങളെത്തിയ റോഡിന്റെ തഞ്ഞി താഴേക്കുള്ള വഴിയാണിത്. ഈ റൂട്ടിൽ ഈ ഇറങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ നിന്നിക്കാണ് കേട്ടാ. ഇതിൻ്റെ താഴേക്കൊക്കെ ഓക്കെ ഇതിന് താഴെ അവിടെയൊക്കെ കണ്ടൊക്കെ ജനവാസമുള്ള പോലെ ഉണ്ട്. അപ്പുറം ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ വീടുകൾ കണ്ട അവിടെ 2 കാറൊക്കെ കണ്ട അതില് അവിടെ കണ്ടത് കണ്ട 2 കാറ് അവിടെ ഉണ്ട് നിൽക്കണത്. ഇതിൽ കൂടെ ഇറങ്ങി പോയതാണാവോ അറിയില്ല. ഇതിലൂടെ ഇറങ്ങി പോയാൽ അവസ്ഥ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തിയിട്ടൊക്കെ. ഇക്ക് തോന്നണേ അങ്ങോട്ട് ഇനി വരാൻ വേറെ വഴി ഉണ്ടാണാവല്ലേ. ഇതൊക്കെ ഇവിടെ കൊറേ വീടുകള്. ഈ വഴി ഇങ്ങനെ പോയി നോക്കിയാൽ ഇതിന് അറ്റുണ്ടോണാവോ. ഇത് ഈ റോഡിന്റെ അറ്റാണാവത്. സുമിയേ ഇതിൽ കൂടെ നമ്മള് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടിട്ടാ. ഇതിൽ കൂടെ നമ്മൾ ഇറങ്ങിയാ പെട്ടതാട്ടാ. വണ്ടി ഇറങ്ങിയാലേ കുറച്ചും കൂടി നമുക്കത് നടന്നു നോക്കാം. അപ്പൊ അറിയാൻ പറ്റും ഏകദേശം റോഡിന്റെ അവസ്ഥ. പക്ഷെ കാണുന്നിടത്തോളം ഇതിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാല് നമുക്കിപ്പൊ ഇറങ്ങാൻ വലിയ കുഴപ്പമുണ്ടല്ലോ. പക്ഷെ ഇരുട്ടായി കഴിഞ്ഞ് നമുക്ക് രാത്രിയില് തിരിച്ച് കേറലൊക്കെ എങ്ങനെയാന്നൊന്നൊരു അറിഞ്ഞൂടാ. എടാ ചെക്കന്മാരെ അങ്ങനെ പോയി ഓടലിട്ടാ. ആ കോലോ എവിടെ കോല്? ഏതാ അതിന്റെ തന്നത്താ?
ഓഫ് റോഡിന്റെ രസം ആസ്വദിച്ച് ഞങ്ങൾ എത്തിയത് വലിയ സിംഗത്തിന്റെ മടയിലാണ് കേട്ടാ. അതായത് ഞങ്ങൾ എത്തിപ്പെട്ടത് വലിയൊരു സംഭവ സ്ഥലത്താണ്. കണ്ടിരുന്നില്ല ഞങ്ങള് താഴെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ അവിടുന്ന് കയറി കിട്ടാൻ കുറച്ച് പാട് പെടേണ്ടി വരുന്നു തോന്നിയത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് വേറൊരു റൂട്ട് തിരിച്ചിട്ടാ. പിന്നെ അതാ കണ്ടില്ലേ ഞാൻ സാധാരണ നമുക്ക് പണ്ടൊരു ഗെയിമൊക്കെ കളിക്കാണ്ടായിരുന്നു, ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. കുറെ കുട്ടികൾക്ക് കളിച്ചിട്ടുണ്ട്. ഒന്നും അതിന്റെ പേര് നിൽക്കേണ്ട ഓർമ്മയില്ല. അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടോളിട്ടാ. അപ്പുറം ഇപ്പുറമൊക്കെ കുറെ കൊക്കയും അതുപോലെ കുറെ അപകട സ്ഥലങ്ങളൊക്കെ ആയിട്ട് നടുവ് കൂടെ ഇങ്ങനെ പോയിട്ട് കോയിൻ എടുക്കുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, പണ്ട് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു അവസ്ഥ പോലെയാണ് ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ, ആ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ കല്ലും മലയും കുന്നും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ കണ്ട അത്ര പോകുന്ന ഒരു വഴി കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ശരിക്കും വല്ല പേടിയുണ്ട് ഉള്ളില്. എന്നാൽ നല്ല ഒരു രസമാണ് കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും നല്ല നല്ല വഴി കൂടെ ഒക്കെ പോകണം. നമുക്ക് ഇപ്പൊ അവിടെ യു എയിൽ എത്തിയതിന് ശേഷം ഏത് വഴിക്ക് പോവുകയാണെങ്കിലും അന്ന് ജബൽ ജെയ്സിന്റെ മോൾക്ക് പോയപ്പോൾ പോലും നല്ല റോഡായിരുന്നു. നമുക്ക് യു എയിലെ റോഡിന്റെ ഒന്നും എപ്പോഴും ആർക്കൊന്നും കുറ്റം പറയാം. പക്ഷെ ഈ ട്രെക്കിങ്ങിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ എപ്പോഴും ഇതുപോലുള്ള വഴി കൂടെ തന്നെ വരണല്ലോ അല്ലെ. എന്തായാലും ഇവിടെ റാസൽ കൈമ അല്ലാതെ യു എയിൽ എവിടെയെങ്കിലും ഉള്ളവരാണെന്ന് വെച്ചാൽ ഈ വരാത്തവരാണെങ്കിൽ ഈ വഴി ഒന്ന് വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ. അത് ശരിക്കും നമുക്ക് ഈ ട്രെക്കിംഗ് ആസ്വദിക്കാൻ ആ ഒരു മൈൻഡ് ഉണ്ടാവും. അഡ്വഞ്ചർ ആയിട്ട് ചിന്തിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണെന്ന് തന്നെ ഞാൻ പറയും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൺറൈസ് ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ കുട്ടികളാണെങ്കിലും നല്ല പേടിയുണ്ടെന്ന് അവരോടൊക്കെ ഇഷ്ടമായി ചോദിച്ചാൽ നമ്മൾ ലാസ്റ്റ് അവരോട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ അടിപൊളിയായിരുന്നു, നല്ല ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ എന്തായാലും അഡ്വഞ്ചർ ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ വഴി കൂടെ വന്നിട്ട് എന്തായാലും ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. രാത്രി ഈ വഴിയൊക്കെ വരിച്ചാൽ ഭയങ്കര ഡേഞ്ചർ ആണല്ലേ. അങ്ങണ്ടോ ഒന്നിങ്ങണ്ടോ ചെറുതായിട്ട് മരിക്കുള്ളൂ, ചെറുതായിട്ട് മരിക്കുള്ളൂ, വേറെ ഒന്നും പറ്റില്ല. എവറസ്റ്റ് ആണ് ഏറ്റവും ഉയരം കൂടിയ റാസൽ കൈമ മൊത്തത്തിൽ നിന്ന് കാണാം. പക്ഷെ മഞ്ഞ് മൂടി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഫുൾ മഞ്ഞിൽ നിൽക്കുന്ന പോലെയാണ്. പക്ഷെ ശരിക്കും റാസൽ കൈമ സിറ്റി മൊത്തത്തിൽ ഇങ്ങനെ കാണാം. എടാ സുമിയെ ഇവിടുന്ന് അങ്ങ് താഴത്തേക്ക് നോക്ക്, ആ സ്ഥലം മൊത്തത്തില് കാണാൻ ഇവിടുന്ന് നോക്കിയാ. ഇപ്പൊ അതിന്റെ ടോപ്പിൽ കയറി നിന്നിട്ടുണ്ട് കേട്ടോ. ടോപ്പിലൊരു മലമ്പല കയറി നിൽക്കണത് ഞാനിതിന്റെ താഴെ ഭാഗങ്ങൾക്ക് കാണിച്ചു തരട്ടോ. എന്റെ പാപ്പ ഭയങ്കര ഭയങ്കര ഡേഞ്ചറായിട്ടത് സംഭവം. ഇതിന്റെ താഴെ നോക്കിയപ്പോഴേ കണ്ടാ ഈ ഒരറ്റം ഈ ഒരു മലന്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിന്റെ താഴെ ഇങ്ങനെ കാണാം. കണ്ടോ മക്കൾക്കൊക്കെ പേടിയാക്കണം ഞാൻ അതിന്റെ മുകളിൽ കയറിയപ്പോ. കാല് തെറ്റിക്കഴിഞ്ഞ ഇതിന് താഴെ കൂടെ ഒരു റോഡ് കിട്ടാ. ഏറ്റവും താഴെ കൂടെ ആയിക്കൂടെ വണ്ടി ഇങ്ങനെ ഒരു ഉറുമ്പ് പോലെ ഇങ്ങനെ പോണ്. നല്ല കാറ്റ് പിടിക്കണ്ട്, നല്ല തണുപ്പുണ്ട് ഇതിന്റെ മുകളിലിട്ടാ. പക്ഷെ കേറാൻ നല്ല പാടാണ്. ഇരുന്ന് പിടിച്ച് കാണണം. ബാലൻസ് ചെയ്ത് നിൽക്കണ പോലെ നിൽക്കട്ടെ. ഞാനിതൊന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം കയറിയതാണ്. പക്ഷെ നല്ല പേടി തന്നെയാണ് കേട്ടാ.
എന്താണ് ആറ്റൊക്കെ ബബുലൊക്കെ പേടിയാക്കണം. ഞാൻ അതിന്റെ മുകളിൽ കയറി നിൽക്കണിട്ട് ഉമ്മച്ചി പേടിയാവണ് വാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു സ്പോട്ട് കണ്ടെത്തി ഞങ്ങളുടെ ക്യാമ്പിങ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ട ഉദയ അസ്തമയത്തിൽ ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പൊ ഞങ്ങളിന്ന് ടെന്റ് കെട്ടി ഫുഡൊക്കെ ഉണ്ടാക്കി ക്യാമ്പിങ് ചെയ്യാൻ പോകട്ടെ. ക്യാമ്പ് ചെയ്യാൻ പോകണേ നല്ല തണുത്ത കാറ്റടിക്കില്ല. ഇപ്പൊ അസ്തമിക്കാനുള്ള പുറപ്പാടിൽ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് അസ്തമയം കാണാം. ഇവിടുത്തെ കാറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളുടെ വോയിസിൽ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. ഇവിടുന്ന് താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റാസൽ കൈമ സിറ്റി മൊത്തത്തിൽ കാണാൻ പറ്റും. പക്ഷെ അത്രയും മഞ്ഞ് മൂടി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടാ. ഇനി സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ വ്യൂ എങ്ങനെയാ നോക്കാം. സൂര്യൻ നല്ല ചുമന്ന് നിൽക്കണം. ടോപ്പിൽ നിന്നിട്ട് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞപ്പോ താഴത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ കണ്ടോളിട്ടോ. നമ്മള് ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യാൻ നേരത്ത് താഴെ നോക്കുന്ന ഒരു ഫീലില്ലേ. നോക്കേ നല്ല രസമല്ല കാണാന്. വീഡിയോയിൽ കണക്കായ രസം നേരിട്ട് കാണാൻ തന്നെയാണ്. ശരിയാണ്. അപ്പൊ ഇതാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫുള്ളായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യു എയിലുള്ളവരൊക്കെയാണ് വെച്ചാൽ പറ്റുവെച്ചാൽ ഇവിടെ ഒന്ന് വന്നു നോക്കുക. ട്രെക്കിങ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ടൈം ക്യാമ്പിങ് ചെയ്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്ത് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമ.